ഞാൻ ആക്ച്വലി M.Com കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇതിൽ ഇങ്ങനെ റാൻഡംലി സ്ക്രോൾ ചെയ്ത് നമുക്ക് കണ്ടതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാണുമ്പോൾ കൂടെ മെയിനായിട്ട് കാണുന്നതാണ് CDA എന്നുള്ളത്. അപ്പോൾ CDA ചൂസ് ചെയ്തു. I'm Nejiha. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഓൺലൈനായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോം എങ്ങനെ ആവും എന്നുള്ളത്. മെൻറ്റേഴ്സ് ആയാലും ലേണേഴ്സ് ആയാലും കൂടെ ഉള്ളവരൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു. നമുക്ക് ഓൺലൈനാണ് ഭയങ്കര ബോറിംഗ് ആണെന്നുള്ള സംഭവം ഇല്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ലേണേഴ്സ് ആണെങ്കിലും കൂടെ ഉള്ളവരാണെങ്കിലും ഭയങ്കരമായിട്ട് അടിപൊളി. ആൻഡ് ദെൻ പ്ലേസ്മെൻറ്റിൻ്റെ വരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഏകദേശം പ്ലേസ്മെൻറ്റൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ആൻഡ് 3 months ജേർണി എനിക്ക് പേഴ്സണലി നല്ല ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ എനിക്ക് ബേബി ഉണ്ട്, അപ്പോൾ അവരെ വെച്ചിങ്ങാണ്ട് എനിക്ക് നല്ല ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. പക്ഷേ മെൻറ്റേഴ്സ് ആയാലും ഇപ്പോൾ വിദ്യ മാം ആയാലും അഷിത മാം, എവറി മെൻറ്റേഴ്സ്, എല്ലാ മെൻറ്റേഴ്സും വെച്ചിട്ട് അടിപൊളിയായിരുന്നു. ആൻഡ് എനിക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഇതൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ അസൈൻമെൻറ്റിൻ്റെ ഓരോ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാത്തിനും മെൻറ്റേഴ്സ് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് CDA വാസ് ആക്ച്വലി അടിപൊളി. ആൻഡ് ദെൻ ഇവിടെ വന്നപ്പോൾ ഉള്ളതാണെങ്കിലും മെൻറ്റേഴ്സ് എല്ലാവരും നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണ്. പക്ഷേ ഇങ്ങനെ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ഫീൽ, നമ്മൾ മുന്നേ എപ്പോഴോ കണ്ടിട്ട് സംസാരിച്ച് പരിചയമുള്ളൊക്കെ ആ ഒരു ഫീൽ ചെയ്യുന്നു. എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോഴും കൂടെ നിന്ന് നിൽക്കുമ്പോഴൊക്കെ. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്, അടിപൊളിയായിരുന്നു. ഞാൻ ആക്ച്വലി M.Com കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇതിൽ ഇങ്ങനെ റാൻഡംലി സ്ക്രോൾ ചെയ്ത് നമുക്ക് കണ്ടതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാണുമ്പോൾ കൂടെ മെയിനായിട്ട് കാണുന്നതാണ് CDA എന്നുള്ളത്. അപ്പോൾ CDA ചൂസ് ചെയ്തു. നമുക്ക് ഓഫ്ലൈൻ വരും, നല്ല രസമുള്ളവർ വരും. ഓൺലൈൻ ക്ലാസ്സിന് പോകുന്ന ആ ഒരു ഫീൽ തന്നെയുണ്ട്. ഫ്രണ്ട്സുകളാണെങ്കിലും അല്ലാണ്ട് ക്ലാസ് സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ടൈമിലുള്ളതാണെങ്കിലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് മിങ്കിൾ ചെയ്തിട്ട് സംസാരിക്കാനും ഡൗട്ട്സ് ചോദിക്കാനും, മെൻറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും അടിപൊളി. അത് എനിക്ക് ഫാമിലി ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും മെൻറ്റേഴ്സിൻ്റെ ഓരോ ഹെൽപ്പ്, ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓരോ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, മെൻറ്റേഴ്സ് എനിക്ക് ഫ്രീ ഉള്ള ടൈമിൽ ചെയ്താൽ മതി, ഞാൻ കംഫർട്ടബിളാണ് എപ്പോഴാണോ ആ ടൈമിൽ എനിക്ക് വർക്ക് എടുത്തിട്ട്, എന്നാൽ ഞാൻ ടൈമിന് തന്നെ എല്ലാ അസൈൻമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ആയിട്ട് തന്നെയാണ് ഞാൻ പ്ലേസ്മെൻറ്റിന് നോക്കുന്നത്. ആൻഡ് ഞാൻ അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യാൻ പോകുന്നത്.